ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരയിരുന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരി പുറത്ത് പോയിട്ട് കയറി വരുന്നത്. കയറി വന്ന് മോളെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയേ, അമ്മയ്ക്ക് എന്താ സങ്കടം, കരഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കരഞ്ഞു മോളെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് ഒരുപാട് കരഞ്ഞു എന്നുള്ള കാര്യം ശാരി സരയുവിനോട് പറയാം. അപ്പോൾ എന്തിനാ അമ്മ കരഞ്ഞതെന്ന് ചോദിച്ചു. അവിടെ ചെന്ന് നിന്നപ്പോൾ സങ്കടം അവിടെ ഇറക്കി വെക്കണമെന്ന് തോന്നി, അങ്ങനെ കരഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അമ്മ അത് എന്നോട് പറയുകയാണ് വേണ്ടത്. നമുക്കിടയിൽ ഒരു രഹസ്യവും ഇല്ല അമ്മ, അത് മറന്നു പോകരുതെന്നൊക്കെ സരയു പറഞ്ഞു. എൻ്റെ മോളോടൊന്നും മറച്ചു വയ്ക്കാൻ അമ്മ തയ്യാറായിട്ടില്ലല്ലോ, പിന്നെന്താ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മോളെ, അപ്പോൾ അത് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എന്തോ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്താ അമ്മേ, നമ്മൾ സംശയിക്കുന്നത് പോലെ ആ ചന്ദ്രസേനും ആൻറ്റിയും തമ്മിൽ അടുത്തോ? അതാണോ? എൻ്റെ ആൻറ്റി എന്ന് പറയുന്നവർക്ക് ചന്ദ്രസേനും മക്കളോടുള്ള സ്നേഹം 100% സത്യം തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അയ്യോ അല്ല മോളെ, അല്ല, അങ്ങനെ ഒരിക്കലും അല്ല. അവരൊക്കെ തമ്മിൽ ഒരു സ്നേഹവും ഇല്ലെന്നും അവരോടൊക്കെ നല്ല അസലായിട്ട് രൂപ നാടകം കളിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ ശാരി പറയൂ കേട്ടോ. അപ്പോൾ ചന്ദ്രസേനെ രൂപാൻ്റെ കൊല്ലുവോ എന്നിങ്ങനെ നമ്മുടെ ചോദിച്ചപ്പം ചന്ദ്രസേന രൂപ കൊന്നില്ലെങ്കിലും നിന്റെ അച്ഛനെ ഞാൻ കൊല്ലുമെന്ന് മനസ്സിൽ ശാരി പറയണം. എന്താ അമ്മയൊന്നും പറയാത്തേ? അപ്പോൾ ഒന്നുമില്ല മോളെ. അപ്പോൾ അയാളെ കൊല്ലു അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ശാരി അകത്തേക്ക് കയറിപ്പോയി. അമ്മയ്ക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്, ഇപ്പം അച്ഛനെയല്ല അമ്മയാണ് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ സരയു പറഞ്ഞപ്പം ശരിയാ, നീ പറഞ്ഞ് ശരിയാ മോളെ, അമ്മയുടെ മാനസിക നില മുഴുവൻ തെറ്റിയിരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് തന്നെ ഇപ്പോൾ ചികിത്സ വേണ്ടതെന്ന് പറഞ്ഞു. അത് വഴിയെ എൻ്റെ മോള് മനസ്സിലാക്കിക്കോളും. മനുവേട്ടനോട് ഞാൻ പറയട്ടെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഇപ്പോൾ ഒന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ പറയുവാണേ. നിന്റെ അച്ഛൻ നിന്നെ പല്ലക്കിൽ കൊണ്ടുപോകുമെന്നൊന്നും നീ കരുതിയേക്കരുതെന്നും പിന്നെ ആ കാലമൊക്കെ പോയെന്നും പറഞ്ഞ് ഇപ്പോൾ പല്ലക്ക് പോയിട്ട് പല്ലക്കിൻ്റെ കാല് പോലും നിന്റെ അച്ഛൻ്റെ കയ്യിലില്ലെന്നും പറഞ്ഞു. പിന്നെ അതൊന്നും വിശ്വസിച്ചിരിക്കുകയും ചെയ്യരുതെന്നും പറഞ്ഞ് ശാരി അവിടെ നിന്ന് പോയി. ശാരി അങ്ങ് പോയി കഴിഞ്ഞപ്പം നമ്മുടെ സരയു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അയാളുടെ പല്ലൊക്കെ ഞാനിന്ന് അയാൾ ശരിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് ശാരി നേരെ പോകുന്നത് രാഹുലിൻ്റെ അടുത്തേക്കാണ്. അവിടെ രാഹുലാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്തെടുത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ രാഹുലിനെ കണ്ടു. രാഹുൽ ഇരുന്ന് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നു, ഫോൺ വിളിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാരി ചെല്ലുന്നത് ഒരു ഫ്ലവർ വേഴ്സ് കണ്ടു. ആ ഫ്ലവർ വേഴ്സ് എടുത്ത് ഒരൊറ്റ അടിയായിരുന്നു രാഹുലിൻ്റെ തലക്കെട്ട്, തലയടിച്ച് പൊളിച്ചു. അത്രത്തോളം വൈരാഗ്യം ഉണ്ടല്ലോ ഉള്ളിൽ. അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന പക മുഴുവൻ വീട്ടാനായിട്ട് രാഹുലിനെ കൊല വിളിക്കുകയാണ് നമ്മുടെ ശാരി. ആ സമയത്താണ് ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വരുന്നു നമ്മുടെ സരയു. എന്താമേ ശബ്ദം കേട്ട് എന്താണെന്ന് ചോദിച്ചു. നോക്കുമ്പോൾ എൻ്റെ തല പൊട്ടി ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ വെറുതെ മോളെ, ഇവള് വെറുതെ തല്ലിയതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ പറഞ്ഞപ്പോൾ അമ്മ എന്താ ഈ കാണിക്കുന്നത്, അമ്മ വന്നപ്പോൾ തന്നെ എന്തോ പന്തകേടുണ്ടെന്ന് എനിക്ക് തോന്നിയതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോളെ, വട്ട് കയറിയിട്ട് ഇങ്ങനെ എന്നെ കൊല്ലാൻ നോക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ശാരി ചോദിക്കുന്നു. അപ്പോൾ ചുമ്മാതെയാന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലാക്കണം, അല്ലെങ്കിൽ ചോര പറഞ്ഞ് എന്തെങ്കിലും പറ്റും, അമ്മ പിടിക്കുന്നു പറഞ്ഞു. ചോര പറഞ്ഞവൻ തീരട്ടെ, നാണം കെട്ടവൻ, മനുഷ്യത്വം ഇല്ലാത്തവൻ, ഇത്രയും കാലം കൂടെ കഴിഞ്ഞവളെ വഞ്ചിച്ചവനെന്നും പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിടിക്കമ്മേ, പിടിച്ച് പൊക്ക് എന്ന് സരയു പറയുന്നു. ശാരി തയ്യാറാകുന്നില്ല. അമ്മ ചോര പോയിക്കൊണ്ടിരിക്കുക, അമ്മ പിടിക്കമ്മേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്തതെന്ന് നമ്മുടെ ശാരി ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും അയാൾ ബോധം കെട്ടു. അയാൾ അങ്ങനെ അങ്ങ് വീണു. പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ചെന്ന് ട്രിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുവാണ്. തലയൊക്കെ മുറിവൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ കിടക്കണം. അപ്പോൾ എനിക്ക് ഇയാളെ കണ്ടപ്പോൾ തന്നെ തലക്കടിച്ച് കൊല്ലണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്താ ശാരി പറ്റിയതെന്ന് ചോദിക്കാം. നിങ്ങളെ കൊല്ലാനുള്ള കലയുണ്ട് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശാരി നിൽക്കുമ്പോൾ എനിക്കല്ല, നിനക്കാ ഇപ്പോൾ തലയ്ക്ക് കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഹുൽ ശാരിയോട് പറയണു. അല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന്, എനിക്കിപ്പോൾ എൻ്റെ തലയ്ക്ക് നല്ല തകരാറുണ്ടെന്ന് അറിയാം എന്ന് ശാരി പറഞ്ഞപ്പോൾ അത് എനിക്കും അറിയാം അമ്മയെന്ന് സരയുവിൻ്റെ വക ഒരു ഇതും കൂടെ. എത്ര ദിവസം കൊണ്ട് ഞാൻ അമ്മയോട് ചോദിക്കാം അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്, അമ്മയൊന്നും തുറന്നു പറയുന്നില്ലല്ലോ. എന്തായാലും ഇത് ഹോസ്പിറ്റലല്ലേ, ഇവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, അമ്മ പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെങ്ങും പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം മൊത്തത്തിൽ തെറ്റുകയാണല്ലോ ഒന്ന് സരയു. നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിയില്ലേ എന്ന് അങ്ങനെ ശാരി പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാനുള്ളത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് രാഹുൽ അന്നേരം പറഞ്ഞാൽ പിന്നെ ഇവളും എൻ്റെ തലയ്ക്ക് അടിക്കും എന്ന് പറഞ്ഞപ്പം മാനുവേട്ടൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കുമെന്ന് സരയു രാഹുലിനോട് പറയണം. കേട്ട് ഞാൻ മടുത്തു. എന്നതാ ഇത്, പിന്നെ അച്ഛനായതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്, അത് ഓർത്തോളാൻ പറഞ്ഞു സരയു. നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, എത്ര പറഞ്ഞാലും നിങ്ങളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യത്തുള്ളെന്ന് എനിക്കറിയാം.
പിന്നെ പറയുന്നത് മാത്രം മിച്ചം അത്രേ ഉള്ളൂ. ഇനി എനിക്ക് തർക്കിക്കാൻ വയ്യ, അടങ്ങി കിടക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് സരയു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സരയു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ശാരി ഇങ്ങനെ പതുക്കെ രാഹുലിൻ്റെ അടുത്തേക്ക് വരും. രാഹുലിന് പേടിയായി തുടങ്ങി. രാഹുൽ ഇങ്ങനെ പേടിച്ച് ശാരിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം അവൾ പറഞ്ഞ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓട്ടങ്ങി കിടന്നോ, ഇല്ലെങ്കിൽ ഇനിയും ഞാൻ തലമണ്ട തല്ലി പൊളിക്കുമെന്ന് നമ്മുടെ ശാരി രാഹുലിനോട് പറഞ്ഞപ്പം അതിനു മാത്രം എന്ത് വലിയ തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് എന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലേ ഇനി ഞാനത് പറഞ്ഞു മനസ്സിലാക്കി തരണമെന്ന് ചോദിച്ചു. നീ രൂപയുടെ വീട്ടിൽ പോകുമ്പോൾ രൂപയും ചന്ദ്രസേനൊക്കെ നിന്നോട് ഓരോന്ന് പറയും, അതൊന്നും നീ വിശ്വസിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പം എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതേ ഞാൻ വിശ്വസിക്കൂ. അതുകൊണ്ട് മിണ്ടാതെ കിടന്നോളണം അവിടെ, അല്ലെ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് നമ്മുടെ ശാരി അവിടെ നിന്ന് പോകണം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പ്രകാശൻ്റെ അമ്മ അതേ സരയുവിനെ കാണാൻ വീട്ടിലോട്ട് വരിക. അപ്പോൾ മോളെ പ്രകാശനെ ആശുപത്രിയിൽ നിന്ന് വിട്ടു മോളെ, ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസം, മാസം 10,000 രൂപ വാടക കൊടുക്കണം, അതൊന്ന് വന്ന് പറയാമെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കുക സാറി, നാളെ മുതൽ ഞാനിവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പം നിന്നോളാൻ പറഞ്ഞല്ലോ. പ്രകാശനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പം നിന്നേക്കാളും മൂത്തതാടി പേര് വിളിക്കാതെ മനസ്സിൽ നമ്മുടെ അമ്മമ്മ പറയുമ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേന്ന് ചോദിച്ചു സാറിയും. കേട്ട് അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, പിന്നെ എന്തൊക്കെയോ ചെയ്തെന്നാ പറഞ്ഞത്. ആന്ത്യപ്ലാസ് ഈന്തപ്ലാസ് ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ സാരി ആ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ. പിന്നെ നല്ലൊരു ഇതൊക്കെ ചിലവായി, അതൊക്കെ അയലത്തുള്ളവളാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് എന്തിനാ കൊടുപ്പിച്ചെന്നു സറിയൂ. അതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. അയ്യോ അതിനൊക്കെ ലക്ഷങ്ങൾ ചിലവ് വരും മോളെ. ഒരിക്കലും ഞാൻ കൊടുക്കത്തില്ല, എങ്കിലും അങ്ങനെ പറയുന്നത് കൊണ്ട് ഇപ്പം എന്താ കുഴപ്പം എന്ന് സാരിയും മനസ്സിൽ ചിന്തിക്കുന്നു. പണം എനിക്കൊരു പ്രശ്നമല്ല, ആത്മാർത്ഥത വേണം. ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തുള്ളവരെ സ്നേഹിക്കാൻ പോകരുത്. അയ്യോ എൻ്റെ പൊന്നുമോളെ ഒരിക്കലും ഇല്ല. എൻ്റെ പൊന്നുമോളെ ഞങ്ങളുടെ ജീവിതം ഇത്തരത്തിലാക്കിയത് അവളൊക്കെ കൂടിയല്ലേ, ഞാൻ മറക്കുമോ മോളെ? അല്ല നാളെ മുതൽ എനിക്ക് അടുക്കളയിൽ കയറാമല്ലോ അല്ലേ? ശരി, നിങ്ങൾക്ക് അത്യാവശ്യം പാചകമൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് സരിയു പറഞ്ഞപ്പം അയ്യോ എല്ലാം അറിയാം, എന്താ വേണ്ടതെന്ന് മോളിങ്ങ് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പുറത്തുള്ളവൾ കിരണിൻ്റെ കമ്പനിയിൽ ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തല്ലേ ആദ്യം അവനെ മയക്കിയത്, അവളെ പഠിപ്പിച്ചതെല്ലാം ഞാനാ എന്നും പറഞ്ഞുകൊണ്ട് പറയാം. അതുകൊണ്ടാണ് അവൾക്ക് കൈപ്പുണ്യം കിട്ടിയത്. പിന്നെ എൻ്റെ കൈപ്പുണ്യം മുഴുവൻ അവൾ കൊണ്ടുപോയി. അപ്പോൾ അവൾക്ക് നല്ല കാലവും എനിക്ക് മോശകാലവും വന്നു. അവൾക്ക് തിരിച്ചടി കിട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ, മോള് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തള്ള സരയുവിൻ്റെ മുന്നിൽ പറയണം. അപ്പം ഞാൻ റെഡിയായിട്ട് വരാം, നിങ്ങളിവിടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് സരയു ഇങ്ങനെ റെഡിയാകാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പ്രകാശനെ ആട്ടോ. പ്രകാശൻ ഇങ്ങനെ അവിടെ കിടക്കുവാണ്. അപ്പോൾ അതേ അമ്മ പ്രകാശൻ്റെ അടുത്തേക്ക് ചെന്നു. മോനെ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പറയുന്നു. അപ്പോഴേക്ക് സരയു അങ്ങോട്ടേക്ക് വന്നു, ഫ്രൂട്ട്സ് കൊടുക്കുന്നു. ഫ്രൂട്ട്സാണെന്നും പറഞ്ഞ് മേടിച്ച് പിടിക്കുവാണ്. അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, ക്ഷീണമൊക്കെ മാറി വരുന്നുണ്ടെന്ന് പ്രകാശൻ പറയുവാണ്. അമ്മ പറഞ്ഞു ഇപ്പോൾ സരയുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നിൽക്കട്ടെ, സ്വന്തക്കാരൊക്കെ തള്ളിക്കളഞ്ഞതല്ലേ, നിന്നോട്ടെ. പിന്നെ ഈ പ്രായത്തിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കണമല്ലോ. അതേതായാലും നന്നായി മോളെ. കല്യാണിയുടെയും അതുപോലെ അവളുടെ അമ്മയുടെയും വീട്ടിൽ പട്ടിപ്പണി എടുക്കുന്നതിനേക്കാളും നല്ലതാണ് നിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അവളായിരുന്നു ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകേണ്ടത്, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയത് വിക്രമം. അപ്പോൾ എൻ്റെ ജീവിതം മൊത്തത്തിൽ അവൾ തകർത്തു എന്നൊക്കെ പറഞ്ഞ് പ്രകാശിന് ഇങ്ങനെ ഓരോന്ന് പറയാം. അപ്പോൾ ഇനി അവനെ നമ്മൾ പുറത്തിറക്കുകയാണ് വേണ്ടത്. ഇറങ്ങുവാണെങ്കിൽ അവൻ പ്രതികാരം ചെയ്യാനുള്ള മനസ്സുമായിട്ടായിരിക്കണം ഇറങ്ങുന്നത്. അവനെ ചൂട് പിടിപ്പിക്കണം അച്ഛനും അമ്മമ്മയും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സരയു പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇവരോട്. നമ്മളെയൊക്കെ തകർത്തത് ആ ഒരുത്തിയാ, അവളെ ഇല്ലാതാവണം. എല്ലാത്തിനും ചുക്കം പിടിച്ചത് കല്യാണി മാത്രം. അവൾ തീർന്നാൽ മാത്രമേ ഒരു സമാധാനമായ ജീവിതം കിട്ടുമെന്ന് പറയുമ്പോൾ പ്രകാശനും എൻ്റെ മനസ്സിൽ അത് തന്നെയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വാശിയും വൈരാഗ്യം ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ അവളെ തകർക്കാൻ നമ്മളെക്കാളും ദൈവങ്ങൾക്കേ കഴിയുമെന്ന് അമ്മമ്മയുടെ വകയൊരിത്. അതിനുവേണ്ടി ദൈവങ്ങളെ കൂട്ടുപിടിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അമ്മമ്മ പറയുമ്പോൾ അവളെല്ലാവരെയും ദൈവങ്ങളെ കൂട്ടുപിടിച്ചാ തോൽപ്പിച്ചത്. അതുകൊണ്ട് ഇനി അമ്പലത്തിലേക്ക് പോയിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. താനും തൻ്റെ മോനും കൂടി ഏത് രീതിയിൽ അവർക്കൊക്കെ എതിരെ നീങ്ങിയാലും കൂടെ ഞാനുണ്ട്, രണ്ടും കൽപ്പിച്ച് ഞാനുണ്ട്. കല്യാണി എന്ന് പറയുന്നവൾ കരയണം, അതെനിക്ക് കാണണം. മനസ്സ് നൊന്ത് കരയുന്നത് എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ തല താഴണം, അതെനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അതും പറഞ്ഞുകൊണ്ട് സരിയോ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോനെ നീ അവൾ പറയുന്നൊന്നും കേൾക്കല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മോനെ ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ആരോഗ്യം ഞാനിന്ന് വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അവളിനി ഉണ്ടാവില്ല ആ കല്യാണി എന്ന് പറയുന്നവൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രകാശൻ. ഈ സമയം സരയു പുറത്ത് പോയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഈ മനുവേണ്ണെ കണ്ടിട്ട് കുറേ നേരം ദിവസമായാലും ഈ മനുവേണ്ണത് എവിടെ പോയി കിടക്കും, ഒരു പിടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു, കിട്ടണില്ല. ഈ സമയത്ത് മനു
നമ്മുടെ പുതിയ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് സംസാരം, അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്താം ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അങ്ങനെ കല്യാണക്കാരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും പെണ്ണ് അങ്ങോട്ടേക്ക് വന്നു. ഇങ്ങനെ ലോകത്തുള്ള ബിസിനസ്സിനെ കുറിച്ചും ജീവിതശൈലികളെക്കുറിച്ചൊക്കെ പറയുകയാണ്. പിന്നെ ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും അതൊക്കെ പറയുന്നത് ശരി തന്നെയാണ്, എല്ലാ കുടുംബത്തിലും കാണും ഒരെണ്ണം വീടിൻ്റെ പേര് കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ്റെ മുഖമൊക്കെ വല്ലാതെയായി. അമ്മയ്ക്കും മോക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അച്ഛൻ സ്വത്ത് വീതം വയ്ക്കുന്നതിന് മൂത്ത മോളെ പരിഗണിച്ചപ്പോഴേക്കും അമ്മയും മോളും സമ്മതിച്ചില്ല. പിന്നെ ചെറുപ്പക്കാരൊക്കെ ബൈക്കിൽ ചെത്തി അടിച്ചു വരുമ്പോൾ പെൺകുട്ടികൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും അന്വേഷിക്കില്ല, വീണു പോവില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയാം. അങ്ങനെ പെട്ടുപോയത് എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയും കേട്ടോ. ഇപ്പോൾ അവൾക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്, അതേപ്പറ്റി ഒന്ന് മോനോട് പറയണ്ടെന്ന് ഭാര്യ. പറയാത്തതാ നല്ലത്, ഇതേപ്പറ്റി കേൾക്കുന്നതൊക്കെ എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണെന്നും മനു. പിന്നെ അമ്മയുടെ മൂത്ത മോൾ ഒളിച്ചോടി പോയപ്പോൾ ആ കുഞ്ഞിന് അച്ഛനില്ലാതാകുമെന്ന് അമ്മ ഒരിക്കലും ചിന്തിച്ചില്ലല്ലോ. ആ കുഞ്ഞിൻ്റെ കാര്യമാണ് കഷ്ടം. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുന്നു. മനു അന്നേരത്തേക്കും നമ്മുടെ പുതിയ ചേച്ചിനെ ഇങ്ങനെ കണ്ണിറുക്കിയൊക്കെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ രസകരമായ രീതിയിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും.